ഇപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഇസ്രായേലിനെതിരെ ഒന്നിക്കണമെന്നുള്ള ആഹ്വാനം ഖുമൈനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള സമാധാനമൊക്കെ എപ്രകാരമായിരിക്കുമെന്നുള്ളതാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അത്തരത്തിൽ ഒരു സമാധാനം ദുരാഷ്ട്രവാദം വരുന്നതിലൂടെ ഉണ്ടാകും, ഇവിടെ ഇറാൻ നിഷ്കളങ്കനായ ഒരു അയൽക്കാരനായി മാത്രം മാറും എന്നൊക്കെ കരുതാമോ? ഇതൊക്കെ ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ്. ഈ വിഷയത്തിൽ കാണേണ്ട വിഷയങ്ങളെയൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത് ആ ഭാഗത്തേക്ക് ശ്രദ്ധ പോകാതെ ഒരു 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 കരുതലെടുക്കുന്നത് പോലെയാണ് നമ്മളിവിടെ പൊതുവെ കണ്ടുവരുന്നത്. അതിവിടെ നമുക്ക് കാണാം. ഇതങ്ങനെയല്ല. ഇറാന്റെ ആ ഒരു കഴിഞ്ഞ ദിവസം നടത്തിയ ആ നേതാവിന്റെ പ്രസംഗം വളരെ കൃത്യമായിട്ട് ആള് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ പൊതു ശത്രുവാണ്, ഇത് ഇസ്ലാമിന്റെ വിഷയമാണ് എന്ന് പച്ചയ്ക്ക് പറയുമ്പോൾ ഇത്ര നാളും ഇതിൽ മതമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും നേരം വെളുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്നാണ് നേരം വെളുക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു ജൂതവിരുദ്ധതയുണ്ട്. ഇത് ഇറാൻ കഴിഞ്ഞ ദിവസം കൂടി തെളിയിച്ചിട്ടും ഇപ്പോഴും അത് വിശ്വസിക്കാത്ത ആളുകൾ. ഇനി ഇതിൽ ഈ ദുരാഷ്ട്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു, ആദ്യം ഈ സംഗതി ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്ന രാജ്യമാണ് ഇസ്രായേൽ. അന്നത് അനുസരിക്കാതെ മുന്നോട്ട് വരികയും ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ തുടക്കമിട്ടിട്ട് ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താണ്? ദുരാഷ്ട്രവാദം അംഗീകരിക്കണമെന്ന്. ഇത് ആരോടെ പറയുന്നത്? 2005 ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയതാണ് ഇസ്രായേൽ. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് ആണെന്ന് ഇപ്പോഴും ഓർക്കാൻ പോലും ശ്രമിക്കാതെ, അത് പറഞ്ഞാൽ മൊത്തം വാദങ്ങൾ പൊളിയുമെന്നിരിക്കെ അത് പരാമർശിക്കാൻ പോലും മെനക്കെടാതെ ഇന്ന് ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഈ യുദ്ധത്തിലേക്ക് ഇന്ന് വഴിവെച്ചത്? എന്ത് കാരണമായിരുന്നു ഈ പറയുന്ന ഒക്ടോബർ 7 നടത്തിയ ആ ഒരു തീവ്രവാദ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഇവിടെ അത് നടക്കുന്നില്ല. ഇവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അധിനിവേശ പ്രദേശങ്ങൾ തരണം, ഓപ്പൺ ജയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഓപ്പൺ ജയിലായിരുന്നു എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇപ്പൊ പറയുന്നത് എന്താണ്? ഒക്ടോബർ 7 മുന്നേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവിടെ വളരെ സ്വച്ഛ ശാന്ത സുന്ദരമായ പ്രദേശമായിരുന്നു എന്ന് ഇന്ന് ഗാസക്കാർ തന്നെ വീഡിയോ ഇട്ട് പറയുന്ന ഗതികളിൽ ഇരിക്കുമ്പോൾ ഇന്ന് ഇപ്പോഴും നമ്മുടെ നാട്ടിലിരുന്നിട്ട് ഇതിനൊക്കെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് പല ആളുകൾ കറങ്ങി നടക്കുന്നു. അതിന്റെ ചില പ്രതിനിധികളായിട്ടേ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളെ കാണാൻ പറ്റുള്ളൂ. ഞാൻ വിരൽ ചൂണ്ടി കാണിക്കുന്നില്ല എന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്ക് മനസ്സിലായിട്ടില്ല. 3ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നിപ്പോ ഇതേ കാര്യം പറയുന്നത്. ഇനിയും ഇത് ചർച്ച ചെയ്ത് പറയണം എന്ന് നമുക്ക് എനർജി വേസ്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ നമുക്കൊരു സമാധാനമുണ്ട്. ഇതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടം, ഇവിടെ ഈ സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള വിവരങ്ങളും വിരൽ തുമ്പിൽ ലഭിക്കുന്ന ഒരു കാലമാകുമ്പോൾ നിങ്ങൾക്ക് അധികം നാൾ ഇത്തരത്തിലുള്ള ഒളിച്ച് വെക്കൽ ശ്രമങ്ങൾ, മനഃപൂർവ്വം കാണാതിരിക്കുന്ന ശ്രമം, നിങ്ങൾ ഒരു തവണയെങ്കിലും ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞിട്ട്, ഈ യുദ്ധം അവസാനിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കാണിക്കൂ. എന്നിട്ടാവട്ടെ നിങ്ങളുടെ ബാക്കിയുള്ള ഈ ഒരു കവലപ്രസംഗം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.